ഇവിടുത്തെ രാഷ്ട്രീയ ഭുങ്കുവന്മാരുടെ അനാസ്ഥയാണ് ഈ നാട് ഇത്രയും നാശത്തിലേക്ക് പോകുന്നത്. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ ഈ വിധത്തിൽ കൊല്ലപ്പെടുന്നത്, ഈ വിധത്തിൽ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ഭുങ്കുവന്മാരുടെ അതിക്രമമായിട്ടുള്ള ഭരണം കൊണ്ടാണ്. ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് വളരെ വിഷമകരമായ ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ മയക്കുമരുന്നും അതിൻ്റെ ഉപയോഗങ്ങളും അധികമായി വർദ്ധിച്ചു വരുന്നു. തൽഫലമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ, ഒരുപാട് ആത്മഹത്യകളൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാ മീഡിയകളും വളരെ അലേർട്ടാകുകയും രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നടങ്കം നമുക്കിതിനെതിരെ പ്രതിരോധിക്കണമെന്നുള്ള പ്രസ്താവനകൾ അടിച്ചുകൂടുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ചിരിയാണ് വാസ്തവത്തിലുണ്ടാകുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ ഡി അഡിക്ഷൻ ക്യാമ്പുകൾ എല്ലാ മാസത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 13 ദിവസം, ഒരു മാസത്തിൽ 13 ദിവസം, ചില മാസങ്ങളിൽ 8 ദിവസം, പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ഇങ്ങനെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളെ, വ്യക്തികളെയൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പല വാർത്തകളും നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുകയില്ല, പല എപ്പിസോഡിലായിട്ടായിരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഏതായാലും സർക്കാരിൻ്റെ പ്രതിനിധികളും പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടെ നമുക്കിതിനെതിരെ പോരാടണം, ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പോരാടണമെന്നുള്ള മട്ടിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്. എത്ര ദിവസത്തേക്കുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഓരോ സംഭവങ്ങളും ഉണ്ടായിക്കഴിയുമ്പോൾ ആദ്യം അതിൻ്റെ ഈ ആരംഭശൂരത്വം എന്ന് പറയുന്ന പോലെ അതിൻ്റെ പിന്നാലെ കുറച്ച് ദിവസങ്ങൾ പായും. അത് കഴിയുമ്പോൾ അതങ്ങ് വിസ്മരിച്ചിട്ട് മറ്റു പലതിലേക്കും പോകും. അത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ്, നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും. ഏതായാലും ഇപ്പോൾ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 2015 മുതൽ ഞങ്ങളുടെ ക്യാമ്പസിൽ ഡി അഡിക്ഷൻ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഈ ക്യാമ്പുകൾ 13 ദിവസം നടത്തിയ സമയങ്ങളുണ്ട്, 8 ദിവസം നടത്തിയ സമയങ്ങളുണ്ട്. കൊറോണയുടെ സമയത്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ കൂടെ തന്നെ ഫോളോ അപ്പ് മീറ്റിങ്ങുകൾ ഇവിടെ പങ്കെടുത്ത ആളുകൾക്ക് നടത്തുമായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിനകത്ത് ഏറ്റവും സങ്കടകരമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 5 ചെറുപ്പക്കാർ ഒരു ബാച്ചിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ഇടയായിത്തീർന്നു, ഇവിടെ പങ്കെടുക്കാൻ ഇടയായി മറ്റുള്ള ആളുകളോടൊപ്പം. അപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ പ്രായമുള്ളവരും അവരുടെ പാരൻസിൻ്റെ പ്രായമുള്ളവരും ഈ കുഞ്ഞുങ്ങളും അതിനകത്ത് പങ്കെടുത്തു. ഞങ്ങളിവരെ കുഞ്ഞുങ്ങളെന്നാണ് വിളിക്കുക. കാരണം 8 വയസ്സുകാരനെയൊക്കെ എന്താ പിന്നെ വിളിക്കുക? തങ്കപ്പെട്ട മുഖം, തങ്കപ്പെട്ട ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അഡിക്റ്റഡാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, 8ാം വയസ്സുകാരൻ എപ്പോൾ മുതൽ അഡിക്റ്റ് ആയെന്നല്ലേ? അവൻ്റെ കഥ അവൻ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സംസാരിക്കാൻ തന്നെ തുടങ്ങി. അതിന് മുമ്പ് അവന് മൗനം തന്നെയായിരുന്നു. എപ്പോഴും ഇങ്ങനെ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വിഷാദ, ഒരു ഗ്ലൂമിയായിട്ട്, എപ്പോഴും ഒരു മെലങ്കോളിക്കായിട്ടായിരുന്നു അവനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച്, പ്രത്യേകിച്ച് ഞാൻ അവനെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയ സമയത്താണ് ഒരു കാര്യം ബോധ്യമായത്. അവൻ്റെ മാതാപിതാക്കളാണ് അവന് മദ്യം കൊടുത്തു തുടങ്ങിയത്. അവൻ ഉറക്കപ്പായിൽ നിന്ന്, ഇവിടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റുപായിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവൻ്റെ അച്ഛനും അമ്മയും കൂടെ വാറ്റുന്ന ചാരായം, അവർ ബെഡ് കോഫിക്ക് പകരമായിട്ട് അവർ കുടിക്കുന്ന ചാരായമാണ്. അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കും. ക്രമേണ അവൻ തന്നെ ഒഴിച്ചു കുടിക്കാൻ തുടങ്ങി. അവൻ്റെ കൂട്ടുകാർക്കും അവനത് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അവർ അപ്പനും അമ്മയും വാറ്റുകാരാണ്. ഇടയ്ക്ക് പോലീസ് വന്ന് അവരെ കൊണ്ടുപോകും, ജയിലിൽ കൊണ്ടിടും. അത് കഴിയുമ്പം എക്സൈസുകാർ വന്നിട്ട് കൊണ്ടുവിടും. അത് കഴിയുമ്പോൾ അവരെ റിലീസ് ചെയ്യും. അപ്പോഴും ഇവന് ഈ സാധനം കിട്ടും. അപ്പോൾ ഇവൻ്റെ വല്യമ്മേൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അവിടെയും ഈ സാധനം ഇവന് കിട്ടും. അങ്ങനെ 5ാം വയസ്സ് മുതൽ 8ാം വയസ്സ് വരെ 3 വർഷം തുടർമാനമായിട്ട് ഇവൻ മദ്യം കഴിച്ചതിൻ്റെ ഫലമായിട്ട് ചിന്താശക്തി കംപ്ലീറ്റ് നഷ്ടമായി. ഈ 8 വയസ്സുകാരൻ ഗൂഡല്ലൂർ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അവിടുന്ന് ഇവൻ്റെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് വന്നതാണ്. 5 പേര് വന്നപ്പോൾ ഇവനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. ഇതേ അനുഭവങ്ങൾക്ക് തന്നെയാണ് ഇതിനും ഇച്ചിരിയോടൊക്കെ വ്യത്യാസമായിട്ട് മറ്റ് 4 പേർക്കും പങ്കുവെക്കാനുണ്ടായിരുന്നു. അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് അവർക്ക് കിട്ടിയതായിട്ടുള്ള പ്രോത്സാഹനമാണ് മദ്യത്തിൻ്റെ അടിമകളായിത്തീർന്നത്. അപ്പോൾ ഈ 12 വയസ്സുകാരൻ അവന് 8ാം വയസ്സിൽ ആരംഭിച്ച് 4 വർഷം കൊണ്ട് അവനും അഡിക്റ്റായി. 11ാം വയസ്സുകാരൻ അവന് 7 വയസ്സിൽ ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ 3-4 വർഷത്തെ
കണ്ടിന്യൂസ് ആയിട്ടുള്ള മദ്യപാനം കൊണ്ട് ഇവരുടെ ശരീരം വളരെ ശോഷിച്ചു പോയി, മാനസികമായിട്ട് യാതൊരു ചിന്ത ശക്തിയുമില്ലാത്തവരായിത്തീർന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിയുക, കന്നിനെ മേച്ച് നടക്കുക. നല്ല വിദ്യാഭ്യാസമൊക്കെ വേണ്ടിയ കുട്ടികളാണ്, പ്രത്യേകിച്ച് കേരളത്തിലാണല്ലോ. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസമൊക്കെ ഇന്ന് വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനകത്ത് 1-2 കുട്ടികൾക്ക് ഹോസ്റ്റലിൽ വേണമെങ്കിൽ താമസിക്കാം. പക്ഷേ അവരാരും ഹോസ്റ്റലിൽ പോയതിൽ മാത്രമല്ല, അവർ കന്നിനെ മേയ്ക്കാനും മറ്റ് പണികൾക്കും ഒക്കെ, ചെറിയ ചെറിയ പണികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റുമായിട്ട് പോകുന്നു. മെയിനായിട്ട് എന്തിനായി പൈസ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കള്ളവരുടെ വീടുകളിൽ നിന്ന് കുടിക്കും അവർക്ക്. അതുകൂടാതെ ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ വലിക്കാനും മറ്റ് അവരുടെ ആഹാര സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു പണിക്ക് പോകുന്നത്, പിന്നെ അവരുടെ വസ്ത്രത്തിനൊക്കെ. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സങ്കടകരമായൊരു കാര്യമായിരുന്നു. നിരന്തരമായിട്ട് അവർക്ക് വേണ്ടി ഫോളോ അപ്പ് ഒക്കെ നടത്തി ഈ കുഞ്ഞുങ്ങളെ 5 പേരെയും രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടെ പറയട്ടെ. അവർ മാത്രമല്ല, അതുപോലെ നിരവധി കുടുംബങ്ങളും വ്യക്തികളും. ഇത് സൗജന്യമാണ്, തികച്ച സൗജന്യമാണ്. ഈ മാസത്തിലും 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ഇവിടെ ഡി അഡിക്ഷൻ പ്രോഗ്രാം ഉണ്ട്. തികച്ചും സൗജന്യമാണ്. മദ്യപാനികളും മയക്കുമരുന്നിന് അടിമകളുമായിട്ടുള്ള ആർക്കും അതിനകത്ത് പങ്കെടുക്കാം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനുഷ്യരെയാണ് സ്നേഹിക്കുന്നത്, മതത്തെ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണ വ്യത്യാസമില്ല. നിങ്ങളുടെ പൈസ വാങ്ങിയിട്ടല്ല ഇവിടെ ഇത് നടത്തുന്നത്. സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകളും മുൻകാലത്ത് ഇവിടെ ഡി അഡിക്ഷനിൽ പങ്കെടുത്ത ആളുകളൊക്കെ അവരെ വേണ്ടുന്നതായ സപ്പോർട്ടുകൾ തന്ന് അങ്ങനെയാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇട്ടു തരുന്നതായിരിക്കും. ദയവുണ്ടായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളെ ഈ ക്യാമ്പിലേക്ക് അയക്കുന്നത് നന്നായിരിക്കും. കുടുംബസ്ഥരായിട്ടുള്ളവർ ഫാമിലിയായിട്ട് തന്നെ വരണം. ഭർത്താവും ഭാര്യയെങ്കിലും അവർ വരണം. മക്കളുണ്ടെങ്കിൽ മക്കളെയും കൊണ്ടുവരുന്നത് നന്നായിരിക്കും. പരീക്ഷയൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഭർത്താവ് കുടിയനാണെങ്കിൽ ഭാര്യയും അതിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്. ഭാര്യ കുടിക്കുന്നൊന്നുമില്ല, മദ്യപിക്കുന്നില്ലെങ്കിലും ഭാര്യയും മദ്യപാനിയെ പോലെ തന്നെ പെരുമാറാൻ തക്കവണ്ണം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഈ മദ്യപാനത്തിൻ്റെ എല്ലാ തോന്നിവാസങ്ങളും ഇവരിലേക്ക് അറിയാതെ തന്നെ അടിഞ്ഞുകൂടുകയും അവരും ആ വിധത്തിൽ അത് റിയാക്റ്റീവൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫാമിലി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇതിൻ്റെ വലിയ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടും എന്തുകൊണ്ട് തൻ്റെ ഭർത്താവ് ഇത്രയും കുടിയനായി പോയി എന്നുള്ളതൊക്കെ ഭാര്യമാർക്ക് ബോധ്യമാകാനൊക്കെ ഇടയാക്കിയിട്ടുള്ളൂ. അത് നിങ്ങൾ പങ്കെടുക്കുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വരിക. ഈ മാർച്ച് മാസം 16-ാം തീയതി മുതൽ അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ മാസത്തിലും ഇവിടെ ഡി അഡിക്ഷൻ പ്രോഗ്രാം ഉണ്ട്, സൗജന്യമാണ്. ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഇനി നിങ്ങൾക്ക് ക്യാമ്പിന് പങ്കെടുക്കാൻ കഴിയാതെ നിങ്ങൾക്ക് കൗൺസിലിംഗ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം തികച്ചും സൗജന്യപരമായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ നാം സ്നേഹിക്കുന്നു, നമ്മുടെ ജനതയെ നാം സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അടുത്ത സമയത്ത് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ച വാർത്തകളൊക്കെ നമ്മളെല്ലാവരും വളരെയധികം ഞെട്ടിച്ചതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ മലപ്പുറം ജില്ലയിൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും 5ഉം 6ഉം പെൺകുട്ടികളടക്കമുള്ള യുവതിവാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MDMA കൈവശപ്പെടുത്തിയതുകൊണ്ട്, അതുപോലെ കഞ്ചാവുമായിട്ട് യാത്ര ചെയ്തു എന്നുള്ള കാരണത്താൽ. അപ്പം ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന പ്രയാസം എത്ര വലുതാണെന്നറിയാമോ? നമുക്കറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് മാന്നാറിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്ത് അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നുകൊണ്ടിരുന്ന 2 ചെറുപ്പക്കാരെ, 21-22 വയസ്സുള്ള 2 യുവാക്കന്മാരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ശരിക്കും ഞെട്ടിയത്. അപ്പോൾ അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ 2 പേരിലെയും ഫോണിലേക്ക് ധാരാളം കോളുകൾ വരികയാണ്. പോലീസുകാർ ഫോൺ എടുത്തു. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് 90% പെൺകുട്ടികളാണ് വിളിക്കുന്നത്. ഈ ആൺകുട്ടികളെ ത്വര വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളാണ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വിളിച്ചിട്ട് ചില ചോദ്യങ്ങളാണ് ഈ പെൺകുട്ടികൾ ഇവരോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി ചോദിച്ചത് പാലസ് റോഡിലേക്കൊന്ന് വരാമോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചത് ഇതിൻ്റെ സ്കോർ എത്രയാണ്, ഇന്നത്തെ സ്കോർ എത്രയാണ്, എന്നിട്ട് ആ സ്കോർ ഒന്ന് കുറച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നു. അടുത്ത പോലീസ് പറഞ്ഞത് ഇത് ജോയിൻ്റ് ആയാലും മതി. അതുപോലെ വേറെ ചില പെൺകുട്ടികൾ ചോദിച്ചത് പോസ്റ്റ് ഉണ്ടോ, ഹാൾട്ട് ഉണ്ടോ. അപ്പോൾ ഇത് മറുപടി പറയാനായിട്ട് പോലീസിന് സാധിച്ചില്ല. കാരണം പോലീസിന് അറിഞ്ഞുകൂടാ ഈ സ്കോറും ജോയിൻ്റ് പോസ്റ്റ് ഹാൾട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാലല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ.
പോലീസ് ആ ഫോണെല്ലാം കട്ട് ചെയ്തു. അതിനുശേഷം ഈ ചെറുപ്പക്കാരെ രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഓരോരുത്തരും അവരുടെ കൃത്യമായ വിവരങ്ങൾ പറയുന്നത്. ഈ സ്കോർ എത്രയാ എന്ന ചോദ്യത്തിൻ്റെ പൊരുള് ഇതിൻ്റെ വില, ഈ കഞ്ചാവിൻ്റെ വില എത്രയെന്നാണ്. 100 ഗ്രാമിന് എത്രയാണ്, 500 ഗ്രാമിന് എത്രയാണ്, 200 ഗ്രാമിന് എത്രയാണ്, 50 ഗ്രാമിന് എത്രയാണ് എന്നൊക്കെയാണ് ഈ സ്കോർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ചില മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് മക്കള് ഇതുപോലെ വിളിക്കുന്നുണ്ടാവും, സ്കോർ എത്രയാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചേക്കാം ഈ ക്രിക്കറ്റിൻ്റെ സ്കോറാണ് മക്കൾ ചോദിക്കുന്നത്. അല്ല, കഞ്ചാവിൻ്റെ വിലയാണ് ചോദിക്കുന്നത്, MDMA വിലയാണ് ചോദിക്കുന്നത്, മയക്കുമരുന്നിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ വിലയാണ് ചോദിക്കുന്നത് എന്നുള്ളത് മാതാപിതാക്കൾ കേൾക്കണം. ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികളാരും, ഇത് ഉപയോഗിക്കുന്ന കുട്ടികളാരും കേൾക്കുകയില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഇത് കേൾക്കണം. ദയവുണ്ടായിട്ട് ഇതും മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങൾ കിട്ടാൻ തക്കവണ്ണം നിങ്ങൾ ആ ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നും കൂടെ ഓർപ്പിക്കട്ടെ. അപ്പം സ്കോർ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വില കൂടുതലാണോ കുറവാണോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്കോർ ഒന്ന് കുറയ്ക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലയൊന്ന് കുറയ്ക്കത്തില്ലേ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഈ കഞ്ചാവ് സിഗരറ്റിലോ ബീഡിയിലോ നിറച്ച് കൊടുക്കുന്നതിനെയാണ് ജോയിൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ജോയിൻ്റ് ആക്കാമോ, ജോയിൻ്റ് കിട്ടിയാലും മതി. അപ്പോൾ വലിയ കഞ്ചാവ് പൊതി അവർക്ക് വാങ്ങിക്കാൻ കഴിയില്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരെണ്ണം വലിക്കാൻ വേണ്ടിയിട്ട് അത് ജോയിൻ്റ് ആയിട്ട് കൊടുക്കാമോ, അതിൻ്റെ വില എത്രയാണ് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഈ പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം കാത്തിരിക്കണോ, ഈ ലഹരി പദാർത്ഥം കിട്ടാൻ വേണ്ടി കുറേ നേരം കാത്തിരിക്കണമോ അതോ വേഗത്തിൽ കിട്ടുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ മാത്രമായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഹാൾട്ട് ഉണ്ടോ, ഹാൾട്ട് ഉണ്ടോ. എന്താ ഈ ഹാൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും അടിച്ച് കിറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് ഹോസ്റ്റലിലോ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവർക്ക് പോകേണ്ടുന്ന സ്ഥലത്തേക്കോ പോകാൻ കഴിയാതെ വരും. അപ്പോൾ അത് അടിച്ച് കിറങ്ങിക്കിടക്കുന്നവർക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ടോ എന്നാണ് ഹാൾട്ടുണ്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം. താമസിക്കാനുള്ള സൗകര്യമുണ്ടോ. അപ്പോൾ സാധാരണ പെൺകുട്ടികൾ സംഘമായിട്ട് 2, 3, 4, 5 പേരൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് വരാറുള്ളത്. അപ്പോൾ ഇവർ വന്നാൽ ഇവർ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് കിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് താമസ സ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയാത്തപ്പോൾ, ഹോസ്റ്റലിലേക്കൊന്നും മടങ്ങാൻ കഴിയാത്തപ്പോൾ അവർക്ക് എവിടെയെങ്കിലും തങ്ങണം. സാധാരണഗതിയിൽ അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഈ സാധനം കൊടുക്കുന്നതായിട്ടുള്ള ആളുകൾ, ഇത് വിൽപ്പനക്കാരായിട്ടുള്ള ആളുകൾ, അവർ തന്നെ സ്ഥലം കണ്ടെത്തി കൊടുക്കും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിഞ്ഞ ഗോഡൗണുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ വീടുകളിലൊക്കെയാണ് അവർക്ക് കിടക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് മൊത്തത്തിൽ ലഹരിയിൽ കിടക്കുന്നതായിട്ടുള്ള പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ എന്തു വേണമെങ്കിലും ഇത്തരക്കാർക്ക് ചെയ്യാൻ സാധിക്കും. വിൽപ്പനക്കാർ മാത്രമല്ല, ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് അവർ വേറെയും ചിലരെ കൊണ്ടുവന്ന് മിസ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ പെൺകുട്ടികൾ പിന്നീട് തങ്ങളെ പല കാരണത്താൽ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മയക്കുമരുന്ന് തന്ന് തങ്ങളെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്ത വിവരങ്ങളൊക്കെ ഈ അടുത്ത സമയത്ത് പുറത്തു വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. നമ്മുടെ കുട്ടികൾ ആരും തന്നെ, നമ്മുടെ കുട്ടികൾ മാത്രമല്ല ആരുടെയും കുട്ടികൾ ഇങ്ങനെ ആകരുത് എന്ന് ഉള്ളിൽ വളരെയധികം പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. പക്ഷേ ഇത് ഇടാതിരിക്കാൻ തരമില്ല. അത്രത്തോളം നമ്മുടെ മക്കൾ അധപതനത്തിലേക്ക് പോയിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്കിവരെ രക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് കൂട്ടായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എനിക്ക് ചില കൃത്യമായ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നിയേക്കാം. സാരമില്ല, തൽക്കാലത്തേക്കുള്ള നിങ്ങളുടെ ദേഷ്യം ഒരു നാടിൻ്റെ രക്ഷയ്ക്ക് ഉതകുമെങ്കിൽ എനിക്ക് ആ ദേഷ്യം ഇഷ്ടമാണ്. നിങ്ങൾ ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്നെ ചീത്ത വാക്കുകളൊക്കെ അടിയിൽ വന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എഴുതിക്കോ, ഞാനത് വായിക്കും, ഞാനത് എൻജോയ് ചെയ്യും, ഒരു കുഴപ്പമില്ല. ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പൊങ്കുവന്മാരെ കുറിച്ചാണ്, ഇവിടുത്തെ ഭരണകർത്താക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭരണകർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ അനുയായികളും നിങ്ങൾക്ക് ഇൻകിലാബ് വിളിക്കാനില്ലാത്തവരും നിങ്ങളുടെ മക്കളും ഭാര്യയും വീട്ടുകാരും ഇല്ലാത്ത ഒരിടത്തേക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മാറിയിരുന്നിട്ട് ഹൃദയത്തോട് തന്നെ ഒന്ന് ചോദിക്കുക, നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കുക. നിങ്ങളല്ലേ ഇന്ന് ഈ കേരളത്തിൽ ഇത്ര ലഹരി പദാർത്ഥങ്ങൾ ആളുകൾ ഉപയോഗിക്കുവാനും
ഇത്രമാത്രം നമ്മുടെ നാട് അധപ്പതനത്തിലേക്ക് ലഹരിയാൽ നശിച്ചു പോകാനും കാരണക്കാർ. നിങ്ങൾ പറഞ്ഞേക്കാം, അല്ല ഞങ്ങളെന്താ ലഹരി കച്ചവടം നടത്തുകയാണ്. ആണ് സർ, നിങ്ങൾ ലഹരി കച്ചവടം നടത്തുകയാണ് സാർ, ഒരു സംശയമില്ല. ഇവിടുത്തെ രാഷ്ട്രീയ ഭുങ്കുവന്മാരുടെ അനാസ്ഥയാണ് ഈ നാട് ഇത്രയും നാശത്തിലേക്ക് പോകുന്നത്. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ ഈ വിധത്തിൽ കൊല്ലപ്പെടുന്നത്, ഈ വിധത്തിൽ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ഭുങ്കുവന്മാരുടെ അതിക്രമമായിട്ടുള്ള ഭരണം കൊണ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ മക്കളാണ് ഇതുപോലെ നാശത്തിലേക്ക് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ പെൺകുട്ടികളാണ് ഇതുപോലെ മറ്റുള്ളവരുടെ ഹോൾട്ടിന് വേണ്ടിയിട്ട് പോയി താമസിക്കേണ്ടി വരുന്നതെങ്കിൽ, നിങ്ങളുടെ മക്കളാണ് അവരെ മിസ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ദഹിക്കുമോ? നിങ്ങൾക്ക് സഹിക്കാവുന്നതാകുമോ? മന്ത്രിമാരോടും കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നാട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്നൊരൊറ്റ കുറ്റത്താൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ പെൺകുഞ്ഞുങ്ങൾ, ഇവിടുത്തെ ആൺകുട്ടികൾ കൊല്ലപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഇതുപോലെ കഞ്ചാവിനും MDMA പോലുള്ള മാരകമായ രാസലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാവുന്നു. അപ്പം നിങ്ങൾ പറയും, അതിന് പകരമാണല്ലോ ഞങ്ങളിവിടെ കള്ള് കച്ചവടം നടത്തുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക്? ലഹരി അല്ലേ കള്ള്? ലഹരി തന്നെയല്ലേ കള്ള്? കള്ള് കച്ചവടം കൊണ്ട് നിങ്ങളെ ബിവറേജും മറ്റുമൊക്കെ നടത്തുന്നതുകൊണ്ട് ഈ നാടിന് എന്ത് ഗുണം? അപ്പോൾ നിങ്ങൾ പറയും, അതച്ചാ നമുക്ക് ഖജനാവിൽ പണമില്ലല്ലോ, അപ്പം പണം വരാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. 100 രൂപ താഴെയുള്ള ഈ ലഹരി വസ്തുവിനാണ് 610 രൂപ നമ്മുടെ ആളുകളിൽ നിന്ന് ഇവർ വാങ്ങിക്കുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളോട് താഴ്മയോടുകൂടെ ചോദിക്കട്ടെ, 100 രൂപ താഴെയുള്ള ഒരു സാധനത്തിന് 650 രൂപ നിങ്ങളിൽ നിന്ന് ഈടാക്കുമ്പോൾ അത് അതിക്രമമാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾ ആ ചതിക്കുഴിയിൽ വീഴുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നിങ്ങൾ ഉദ്ദേശിച്ചാൽ, നിങ്ങളൊരു തീരുമാനമെടുത്താൽ, നിങ്ങളിനിയും ഈ മദ്യം കഴിക്കുകയില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നൊരു തീരുമാനമെടുത്താൽ ഈ മന്ത്രി ഭുങ്കുവന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ദാർഢ്യം നിർത്തുവാൻ ഇന്നുകൊണ്ട് സാധിക്കും. എന്താണെന്നറിയാമോ? അവരുടെ വരുമാനം നിൽക്കും. അപ്പോൾ പിന്നെ ഈ ആഡംബരങ്ങളെല്ലാം അവർ ഒഴിവാക്കേണ്ടി വരും. നിങ്ങളുടെ അധ്വാനം രാവിലെ മുതൽ ഈ കഠിനപ്പെട്ട ചൂട്, ഇപ്പം 38 ഡിഗ്രി വരെ ചില സ്ഥലങ്ങളിൽ ചൂട് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇനിയും കൂടുമെന്നാണ്, അടുത്ത മാസം ഇനിയും കൂടുമെന്നാണ് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത്രമാത്രം ചൂടത്ത് കഠിനമായ താപം ഏറ്റുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1000 രൂപ, അല്ലെങ്കിൽ 1100 രൂപ, അല്ലെങ്കിൽ 1200 രൂപ മേസ്ത്രിമാർക്കും മറ്റുമൊക്കെ, അല്ലെങ്കിൽ 800 രൂപ. ആശാ വാളണ്ടിയേഴ്സിനൊക്കെ ആണെങ്കിൽ 235 രൂപ. ഈ കാശ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ 1-2 കുപ്പി കള്ള് വാങ്ങിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ലഹരി പദാർത്ഥം വാങ്ങിക്കഴിയുമ്പോൾ ഈ പൈസ മുഴുവനും അവർ കൊണ്ടുപോവുകയാണ്. ആര്? സർക്കാർ ഖജനാവിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മുൻ കമ്മീഷണറുമായി, എക്സൈസ് കമ്മീഷണറുമായിട്ട് സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് സാറുമായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിരുന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നമുക്കിവിടെ ഡി അഡിക്ഷൻ പ്രോഗ്രാം നടത്തുന്നതിന് സഹായം ചെയ്യാമെന്നുള്ള ഇതൊക്കെ അന്ന് ജോസഫ് സാർ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു പൈസയും വേണ്ട. കാരണം എന്താണെന്നറിയാമോ? ഈ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അത് ശാപത്തിൻ്റെ കാശാണെന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം. കാരണം ഈ കള്ള് കുടിക്കാൻ പോകുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾ ദിനം തോറും ഈ സർക്കാരിനെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ വീട്ടിലേക്ക് അരിയാഹാരം കൊണ്ടുവരേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരേണ്ടുന്ന കാശാണ് മദ്യത്തിൻ്റെ പേരിൽ അവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഭാര്യയും മക്കളും സ്തുതിപാഠകരാകത്തില്ലല്ലോ. സർക്കാരിൻ്റെ മുടിഞ്ഞു പോകണേ, ഇവന്മാരുടെ ഖജനാവ് പൂട്ടിപ്പോണേ, ഇത് എങ്ങനെയും നശിച്ചു പോകണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും. അങ്ങനെയുള്ള ആ ശാപവാക്കുകളുള്ള കാശ് വാങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾക്കിത് നടത്തേണ്ട സാഹചര്യമില്ല സാറേ എന്ന് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അത് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നുകൊണ്ട് ധൈര്യത്തോടെ അത് പറഞ്ഞു. ഋഷിരാജ് സിംഗ് സാറുമായിട്ട് ഞാൻ സംസാരിച്ച കാര്യം പറഞ്ഞില്ലല്ലോ, അത് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോടെയും പറഞ്ഞു, സാറേ ഇങ്ങനെ ഇത് മദ്യവും ഇതും ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്, ലഹരി പദാർത്ഥങ്ങൾ. അപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, ഗവൺമെൻറ് ആരും വന്ന് കുടിക്കാൻ പറയുന്നില്ലല്ലോ, ഗവൺമെൻറ് ഇത് അവൈലബിൾ ആക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കുടിക്കുന്നു, അതിനിപ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയൂല, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂല. അദ്ദേഹം ഒരു IPS കാരനൊക്കെ ആയതുകൊണ്ടും അദ്ദേഹം വലിയ പണ്ഡിതനായി അറിയപ്പെടുന്ന, വലിയ ധീരനായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്
ഞാൻ മറുത്തൊന്നും പറയാതെ ഒറ്റ വാക്കേ പറഞ്ഞു, സാർ ഒരിക്കലെങ്കിലും ഒരു മദ്യപാനി ആയിരുന്നെങ്കിൽ ഇത് പറയുകയില്ലായിരുന്നു. കാരണം ഞാൻ ആയിരക്കണക്കിന് മദ്യപാനികളെ, അവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നവനും കാണുന്നവനും അവരുമായിട്ട് അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയുമായതുകൊണ്ടാണ് ഇത്ര സങ്കടകരമായിട്ട് ഈ കാര്യം പറയുന്നത്. എന്നോട് ദേഷ്യപ്പെടുന്നതായിട്ടുള്ള മന്ത്രി പുങ്കുവന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ മദ്യത്തിന് അടിമയായി, മയക്കുമരുന്നിന് അടിമയായി, MDMന് അടിമയായി അവരെവിടെയെങ്കിലും വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ ഇന്ത്യയിലെ, ഈ കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള ഒരു ബോധ്യം വരുമ്പോഴേ നമ്മുടെ ചങ്ക് പൊട്ടുകയുള്ളൂ. ഈ അടുത്ത സമയങ്ങളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയോ, ഏത് കൊലപാതകത്തിൻ്റെയും പിന്നിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഒരു വില്ലനായിരുന്നു. സിനിമയെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാം, അവിടെ പിന്നീട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പം ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കൂട്ടത്തോടുകൂടെ ഒന്നിച്ച് നിന്നെങ്കിലേ പറ്റുള്ളൂ. ബിവറേജ് ഷോപ്പുകളൊക്കെ തകൃതിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മന്ത്രി പുങ്കുവന്മാരും MLA-മാർ MP-മാർ എല്ലാവരും, ഇപ്പം പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്നവരൊക്കെ ആരും ഈ കാര്യത്തിൽ ശുദ്ധരൊന്നുമല്ല. അവരുടെ കരങ്ങൾ ശുദ്ധമല്ല. കാരണം ഈ പാവപ്പെട്ടവൻ അധ്വാനിച്ച് കിട്ടിയിട്ട് കൊണ്ടുവന്ന് ഖജനാവിലേക്ക് പൈസ ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുന്ന കള്ളിൻ്റെ കാശാണ് ഇവന്മാരെല്ലാം തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വാഹനക്കൂലിയും കണ്ണാടിക്കൂലിയും ഒക്കെ ആയിട്ട് വാങ്ങി അതിനെ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന PSC-കാരൻ പോലും, PSC-യുടെ മെമ്പേഴ്സ് പോലും ഇപ്പോൾ ശമ്പളമൊക്കെ 2.4 ആക്കിയല്ലോ, 2,40,000 ഒക്കെ ആക്കി വർധനവ് വരുത്തിയതിനൊക്കെ കൊടുക്കാനുള്ള കാശ് ഈ നാട്ടിലെ മദ്യപാനികളായിട്ടുള്ള ആളുകളുടെ ഇതുകൊണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഈ മദ്യപാനികളോട് പറയാറുണ്ട്, നിങ്ങളില്ലെങ്കിൽ ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടാകുകയില്ല. നിങ്ങളാണ് ഇവിടുത്തെ ഭരണകൂടത്തെയും ഇവിടുത്തെ സർക്കാർ ജീവനക്കാരെയും നിലനിർത്തുന്നത്. നിങ്ങളോടെപ്പോഴും ഞങ്ങൾ കടപ്പെട്ടവരാണ്. നാണമുണ്ടോ ഭരണാധിപന്മാരെ? ഇതൊക്കെ കേട്ടിട്ടും നിങ്ങളുടെ തൊലിക്കട്ടി ഭയങ്കരമായതുകൊണ്ടാണ് ഇതിനെതിരെ നിങ്ങൾ നടപടിയെടുക്കാത്തത്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നലെ കേട്ടല്ലോ, 4 വയസ്സുകാരൻ 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ല, 4 വയസ്സുകാരൻ UKG-യിലുള്ള ഒരു കുട്ടി കഴിച്ചതായിട്ടുള്ള ചോക്ലേറ്റിനകത്ത് ലഹരി പദാർത്ഥം ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതല്ലേ? ഞെട്ടിപ്പിക്കണ്ടേ? അപ്പോൾ ഇത് സുലഭമാക്കി തീർത്തിരിക്കുന്ന സർക്കാരിന് അഭിനന്ദനങ്ങൾ. നിങ്ങളില്ലെങ്കിൽ ഈ ജനത മദ്യപാനികളാകുകയില്ല. നിങ്ങളില്ലെങ്കിൽ ഇവർ ലഹരിക്ക് അടിമയാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് റെഡ് സല്യൂട്ട് സഖാവേ, അതാണ് പറയാൻ തോന്നുന്നത്. എന്തൊരു നാണം കെട്ട, ഇത്ര വൃത്തികെട്ട ഭരണകൂടമുള്ളിടത്തോളം കാലം നമ്മുടെ നാട് ഇനി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ചിന്താശക്തികൾ ഇല്ലാതെയായിത്തീരും. ഞാൻ ആരംഭത്തിൽ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, 5 കുഞ്ഞുങ്ങൾ, 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 5 കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി തൊലഞ്ഞു പോകാൻ കാരണക്കാർ ഇവിടുത്തെ പോളിസിയാണ്, ഈ മദ്യത്തിൻ്റെ പോളിസിയാണ്. ഇവിടെ എന്തിനാണ് എക്സൈസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ? എന്തിനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്? നിങ്ങൾ ബീവറേജിൽ കൂടെ ഇത് കൊടുത്തോളാമെന്ന് പറയുന്നു. പിന്നെ ഈ വാറ്റും അതുപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇവിടെ വിൽക്കുമ്പോൾ അവർക്ക് അതിനെ തടയിടാനായിട്ട് അത് പിടിച്ച് അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റും കൊടുത്ത് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് അവർക്ക് കൗൺസിലിംഗ്, അവരെ കൊണ്ടുവന്ന് ജയിലിലിട്ടതുകൊണ്ട് മാത്രം പരിഹാരമൊന്നുമില്ല. ജയിലിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് നടക്കുന്നത്. അവിടുന്ന് ഇറങ്ങി വരുന്നവരാണ് ഏറ്റവും കൂടുതൽ, പിന്നീട് നിരപരാധികളായിട്ടുള്ള പലരും അവിടുന്ന് ഇറങ്ങി വരുന്നവരാണ് പിന്നീട് ഇതിനൊക്കെ അടിമകളാകുക മാത്രമല്ല ഇതിൻ്റെ വിൽപ്പനക്കാരായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഓരോ എപ്പിസോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണത്. സങ്കടം കൊണ്ട് പറയുന്നതാണ്, മന്ത്രി പുങ്കുവന്മാരെ, നിങ്ങൾ പൊതുഖജനാവിൽ നിന്ന് എടുക്കുന്ന കാശ്, ആ കാശ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ വെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, അവർ ഉതിർത്തു വിടുന്നതായിട്ടുള്ള വിയർപ്പുകൾ, ആ വിയർപ്പ് തുള്ളികളും രക്തത്തുള്ളികളും അത് നിങ്ങൾ
കള്ളിൻ്റെ രൂപത്തിൽ വിറ്റിട്ട് അവരുടെ കാശ് അധ്വാന ഫലം വാങ്ങി നിങ്ങൾ സുഖിക്കുകയാണ്. അത് നിങ്ങളെ ഒരിക്കലും ഗുണകരമായിട്ട് മുന്നോട്ട് നയിക്കുകയില്ല എന്ന് ഓർപ്പിക്കട്ടെ. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ നിയമവശങ്ങളൊക്കെ പിന്നീട് അതിൻ്റെ ആളുകൾ സംസാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ധാർമ്മിക വശം ഒരു കേരളക്കാരൻ, മലയാളി എന്നുള്ള നിലയിൽ, ദേശത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഈ ഒരു രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അനേക തകർന്ന കുടുംബങ്ങളെ നേരടിയായി കാണുകയും അവരുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നേരടിയായി കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, ലഹരി കൊണ്ടുള്ള കളികൾ നല്ലതല്ല. ഏറ്റവും വലിയ മദ്യ മാഫിയ എന്ന് പറയുന്ന സർക്കാരാണ് ഏറ്റവും കൂടുതൽ കള്ള് വിൽപ്പന ഇവിടെ നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ലഹരി വിൽക്കുന്നത് ഏറ്റവും കൂടുതൽ, അത് ലീഗലൈസ് ചെയ്തിരിക്കുന്നത് മാത്രം. മറ്റവരൊന്നും ചെയ്യുന്നത് ലീഗലൈസ്ഡ് അല്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അവരെ നിങ്ങൾ പിടിച്ചു നോക്കിയേ, അവർ പറയുന്നതായിരിക്കും ഇവിടെ കള്ള് വിൽക്കണില്ല, സർക്കാർ ഇവിടെ കള്ള് കച്ചവടം നടത്തണില്ലേ, പിന്നെന്തേ ഞങ്ങൾക്ക് ചെയ്തുകൂടാ? സർക്കാർ ഇവിടെ കള്ള് കച്ചവടം നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തുകൂടെ ചെയ്തുകൂടാ? ന്യായമായ ചോദ്യമാണ്. ഉത്തരം തരാൻ ബാധ്യസ്ഥരാണ് ഭരണാധിപന്മാർ എന്ന വാക്കോടുകൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.